നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ചൊവ്വയുടെ ഇടവൻ രാശിയിലേക്കുള്ള രാശിമാറ്റം ഓരോ കൂറുകാരെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഫലപ്രവചനമാണ്. ശരാശരി ഒരു 1.5 മാസമാണ് ചൊവ്വ ഒരു രാശിയിൽ കൂടെ സഞ്ചരിക്കുന്നത്. ഇത്രയും കാലം, അതായത് ജൂലൈ 12 വരെ സ്വന്തം മൂലത്രികോണ ക്ഷേത്രമായ മേടത്തിലായിരുന്നു ചൊവ്വ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇടവത്തിലേക്ക് മാറി. ഇടവത്തിൽ വ്യാഴം ഇപ്പോൾ തന്നെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ചൊവ്വയും വ്യാഴവും ചേർന്ന് ഗുരുമംഗള യോഗം എന്നുള്ള ഒരു യോഗം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനെ കൂടെ അടിസ്ഥാനപ്പെടുത്തിയും കുംഭത്തിൽ നിൽക്കുന്ന ശനി, മീനത്തിൽ സഞ്ചരിക്കുന്ന രാഹു, കന്നിയിൽ നിൽക്കുന്ന കേതു, ഇതിനെയൊക്കെ ആസ്പദമാക്കി, പിന്നെ ബുധ ശുക്രന്മാർ കർക്കടകത്തിലുണ്ട്. സൂര്യൻ ഇന്ന് മുതൽ കർക്കടക രാശിയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ താൽക്കാലിക ഫലം പറയുന്നത്. മേടക്കൂറുകാരെ സംബന്ധിച്ച് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ്. അപ്പോൾ അവർക്ക് ജന്മരാശിയിൽ നിന്ന് ചൊവ്വ 2ാം രാശിയിലേക്ക് സ്ഥാനം മാറിയിട്ടുണ്ട്. ജന്മരാശിയിലായിരുന്നെങ്കിൽ പോലും മേടക്കൂറിനെ സംബന്ധിച്ച് രാശിനാഥനാണ് ചൊവ്വ. അതുപോലെ തന്നെ മൂലത്രികോണ ക്ഷേത്രമാണ് മേടം. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. എങ്കിൽ പോലും ഈ ചൊവ്വ 2ലേക്ക് മാറുമ്പോൾ അവരുടെ ഫലങ്ങളെന്ന് പറയുന്നത് 2ാം ഭാവം ധനത്തിൻ്റെയും വാക്കിൻ്റെയും ഭാവമാണ്. അപ്പം ചൊവ്വ എന്ന് പറയുന്നൊരു പാവഗ്രഹമാണല്ലോ, രാശിനാഥനാണ്. എങ്കിൽ പോലും ചൊവ്വ 2ലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ വളരെ രൂക്ഷമാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ തോതിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതായത് നമ്മുടെ വാക്കുകൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ശക്തമായിരിക്കും എന്നർത്ഥം. ചില സന്ദർഭങ്ങളിൽ അത് നല്ലതാണ്. അധികാരികളെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ അനുയായികളോട് കൃത്യമായിട്ട് പറയാനോ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥരോടൊക്കെ ആജ്ഞാപിക്കാനും അനുസരിപ്പിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിൽ പോലും വാക്കുകൾക്ക് മൂർച്ച കൂടുന്നത് മറ്റു പലർക്കും വേദന ഉണ്ടാക്കും എന്നുള്ളതൊരു സത്യമാണ്. ബന്ധുമിത്രാദികളുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരുമായിട്ടോ ഗുരുക്കന്മാരുമായിട്ട് പോലും ഒരുപക്ഷെ തർക്കങ്ങൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ 2ാം ഭാവം എന്ന് പറയുന്നത് വിദ്യയാണല്ലോ. അപ്പോൾ 2ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അഡ്മിഷനൊക്കെ കിട്ടാനായിട്ടൊരല്പം കാലതാമസം വരുത്തിയേക്കാം. എങ്കിൽ പോലും രാശിനാഥൻ എന്നുള്ള നിലയ്ക്ക് മേടക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ ഒരിക്കലും ദോഷം ചെയ്യില്ല. പക്ഷെ കാലതാമസത്തിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ സമയത്ത് അഡ്മിഷൻ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അവർക്കത് സാധിച്ചില്ല എന്ന് വരാം. ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം കിട്ടിയില്ല എന്ന് വരാം. ഉദ്യോഗസ്ഥരെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ എതിർപ്പുകൾ പല രീതിയിൽ അനുഭവപ്പെട്ടേക്കാം. മേലധികാരികളിൽ നിന്നും അല്പം അപ്രീതിയൊക്കെ നേരിടേണ്ടി വന്നേക്കാം. പിന്നെ ചൊവ്വ എന്ന് പറയുന്നത് മുറിവിൻ്റെയും ചതവിൻ്റെയൊക്കെ കാരകനാണ്. അപ്പോൾ ധനം അതുവഴി അല്പം നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരല്പം സൂക്ഷിക്കുക. ആരോഗ്യകാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ചൊവ്വയുടെ മറ്റൊരു കാരകത്വമാണ് മോഷണം അല്ലെ കള്ളൻ എന്നുള്ളത്. അപ്പം വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. 2ാം ഭാവം എന്ന് പറയുന്നത് ധനഭാവമാണ്. അപ്പോൾ ധനം അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. രാശിനാഥനായ ചൊവ്വ അനുഗ്രഹദായകനാണ്. ധനത്തിന് വലിയ കുറവോ ദാരിദ്ര്യമോ ഒന്നും ഉണ്ടാക്കുകയില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില കഷ്ടനഷ്ടങ്ങളിൽ കൂടെ ആ ചൊവ്വയുടെ 2ാം ഭാവത്തിലെ സഞ്ചാരം കടന്നു പോകും. പിന്നെ പല്ലുവേദന, ചെവിവേദന തുടങ്ങിയ രോഗങ്ങൾക്കും സാധ്യതയുണ്ട്. രോഗങ്ങൾ വന്നാൽ എന്താണ്, നല്ല വിദഗ്ധരായ ഏതെങ്കിലും ഒരു ഡോക്ടറെ അല്ലെങ്കിൽ വൈദ്യനെ കണ്ട് ചികിത്സിക്കുക. നിങ്ങൾ ഏത് ശാസ്ത്രശാഖയിലാണ് ചികിത്സ ചെയ്യുന്നത് വെച്ചാൽ അതിലെ വിദഗ്ധരെ കണ്ട് ചികിത്സിക്കുക. അതാണ് ചെയ്യേണ്ടത്. അടുത്തത് ഇടവക്കൂറിൽപ്പെട്ട ആളുകളുടെ ഫലമാണ്. ഇടവക്കൂറിന് വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി 1, 2 പാദങ്ങൾ. അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശിയിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. ഇടവക്കൂറിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ മേടക്കൂറിന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും ചൊവ്വയിൽ നിന്ന് കിട്ടുകയില്ല. ജന്മക്കൂറിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് ആരോഗ്യ കാര്യത്തിൽ, കുടുംബത്തിലും ദാമ്പത്യത്തിലുമൊക്കെ ഐക്യമില്ലായ്മകൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർ തമ്മിലും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ളൊരു കാലമാണ്. അനാവശ്യ ചെലവുകൾ ഉണ്ടാകാം.
കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകണം എന്നില്ല. എങ്കിൽ പോലും ഇടവക്കൂറുകാരെ സംബന്ധിച്ച് മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ട് വലിയ ദോഷം വരുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഇടവക്കൂറിൽ വലിയ നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ ഒന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. എങ്കിലും ജന്മവ്യാഴം എന്ന് പറയുന്നത് ഗുണകരമായ അവസ്ഥയല്ല. ജന്മക്കൂറിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം അത്ര ഗുണകരമല്ല. അതോടൊപ്പമാണ് ചൊവ്വ വന്നിരിക്കുന്നത്. എങ്കിൽ പോലും ഈ ഗുരുമംഗളയോഗം എന്ന് പറയുന്നത് നല്ലൊരു അളവ് വരെ ബുദ്ധിമുട്ടുകളിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു യോഗമാണ്. ഗുരു നൽകുന്ന ധനപരമായ അനുഗ്രഹവും ചൊവ്വ നൽകുന്ന ഒരു ഉത്സാഹവും, ഇത് രണ്ടും ചേർന്ന് ഇടവക്കൂറുകാർക്ക് വലിയ ദോഷമില്ലാത്ത രീതിയിൽ പോകാൻ സാധിക്കും. എങ്കിലും ജന്മവ്യാഴത്തിൻ്റെയും ജന്മരാശിയിലെ കുജൻ്റെയും ദോഷങ്ങൾ അനുഭവിക്കേണ്ടിയും വരും. പല കാര്യങ്ങളും വിചാരിച്ചതുപോലെ നടക്കുകയില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടും. എങ്കിലും ഈ പ്രതികൂലമായ അവസരങ്ങളെയൊക്കെ തരണം ചെയ്യാനായിട്ട് ഒരു പരിധിവരെ സാധിക്കും ഗുരുമംഗള യോഗം കൊണ്ട്. അനൈക്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കുക, ബന്ധുക്കളുമായിട്ടും ഒക്കെ തർക്കങ്ങൾ വരുന്നത് പറഞ്ഞ് തീർത്ത് ഒഴിവാക്കുക, അതേ മാർഗമുള്ളൂ. പിന്നെ ബുധനും ശുക്രനും 3-ൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് അതിൻ്റെ ചില ഗുണങ്ങളും ഇടവക്കൂറുകാർക്കുണ്ടാകും. അപ്പോൾ അത് കൂടെ കണക്കാക്കി നമ്മൾ പറയുമ്പോൾ, അതുപോലെ തന്നെ 11-ൽ രാഹു സഞ്ചരിക്കുന്നുണ്ട്. 11-ൽ രാഹു എന്ന് പറയുന്നത് ധനപരമായിട്ട് കുറച്ച് ഗുണം ചെയ്യുന്ന യോഗമാണ്. അതുകൊണ്ടാണ് ഞാൻ വലിയ ദോഷമില്ല എന്ന് പറയുന്നത്. പക്ഷേ ജന്മത്തിലെ ചൊവ്വയും ജന്മത്തിലെ വ്യാഴവും കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ആരോഗ്യപരമായിട്ട് പ്രത്യേകിച്ച് അതനുഭവിക്കേണ്ടതായിട്ടും വരും. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 3ഉം 4ഉം പാദങ്ങൾ, തിരുവാതിര, പുണർത്തത്തിൻ്റെ 1ഉം 2ഉം 3ഉം പാദങ്ങൾ എന്നിവയാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 12-ലാണ് വ്യാഴവും ചൊവ്വയും വന്നിരിക്കുന്നത്. 12-ൽ വ്യാഴം എന്ന് പറയുന്നത് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ 12-ലെ ചൊവ്വയും. ദൂരയാത്രകൾ കൊണ്ട് പ്രയോജനമൊന്നും ഇല്ലാത്ത അവസ്ഥയുണ്ടാകാം. വെറുതെ പണം ചെലവഴിച്ച് യാത്രകൾ ചെയ്യേണ്ടി വരുന്നു. ചികിത്സ വേണ്ടി വരും. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാകാം. അതിനു വേണ്ടിയിട്ട് ധനച്ചെലവ് ഉണ്ടാകും. ആദായം നമുക്ക് വേണ്ടത്ര രീതിയിൽ ഇല്ല എന്നുള്ളത് അനുഭവപ്പെടും. പണസംബന്ധമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. എന്നാലും ധനം ലഭിക്കും എന്നുള്ളത് ഒരു വാസ്തവമാണ്. മറ്റ് ഗ്രഹനിലകൾ കൊണ്ട് നോക്കുമ്പോൾ ധനം ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മുടെ കയ്യിലേക്ക് എത്തും. പക്ഷേ ഈ ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട്. അപകടങ്ങളെയൊക്കെ അതിജീവിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പല കാര്യങ്ങളിലും ആരോപണങ്ങളെ നേരിടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായേക്കാം. കച്ചവടത്തിൽ നിന്ന് വിചാരിച്ചത്ര ലാഭം കിട്ടുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടും നേരിട്ടേക്കാം ഈ ഒരു സമയത്ത്. എങ്കിലും മറ്റ് ഗ്രഹസ്ഥിതിയോടെ നോക്കിക്കഴിയുമ്പോൾ മാരകമായ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരികയില്ല. ആരോഗ്യകാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ബന്ധുക്കളുമായിട്ടും വ്യാപാരത്തിലെ പങ്കാളികളുമായിട്ടും ജീവിത പങ്കാളിയുമായിട്ടുമൊക്കെ നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. 12-ൽ വ്യാഴം വരുന്ന സമയമായതുകൊണ്ട് ഒരല്പം മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായേക്കാം. വിദ്യയുടെ നാഥനും കൂടെ ആണല്ലോ വ്യാഴം. വിദ്യയും ധനവും എല്ലാം തരുന്നതല്ലേ. അപ്പോൾ 12-ൽ വ്യാഴം എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പുണർത്തത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. അപ്പോൾ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 11-ലാണ് ചൊവ്വയും വ്യാഴവും വന്നിരിക്കുന്നത്. അപ്പോൾ 11-ൽ ചൊവ്വ നിൽക്കുന്നത് വളരെ അനുഗ്രഹദായകമാണ്. ചൊവ്വയ്ക്ക് 3, 6, 11 സ്ഥാനങ്ങൾ വളരെ ഗുണകരമാണ്. വ്യാഴത്തിനും അതുപോലെ തന്നെ 11-ൽ വ്യാഴം എന്ന് പറഞ്ഞാൽ ധനപരമായിട്ട് വളരെ ഗുണമുണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാപാരത്തിൽ നിന്നൊക്കെ ആദായം വർദ്ധിക്കും. ചെയ്യുന്ന ജോലിയിൽ നിന്ന് ആദായം കൂടും. ജോലിയിൽ പ്രമോഷന്, അനുകൂലമായ സ്ഥലം മാറ്റങ്ങൾ, കൃഷിയിൽ നിന്ന് ആദായം, ഭൂമി വിൽപ്പനയിലൂടെ നല്ല ആദായം കിട്ടുക, അതുപോലെ തന്നെ ഭൂമി വ്യാപാരം നടത്തുന്ന റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് കൂടുതൽ ആദായം കിട്ടുക, ഇതൊക്കെ ഉണ്ടാകും. ചൊവ്വ ഭൂമി കാരകനും കൂടിയാണല്ലോ. അപ്പോൾ ശനിയുടെ സ്ഥാനം കൊണ്ടും, പിന്നെ വേറൊരു പ്രത്യേകത, കർക്കിടക രാശിയിലാണ് ബുധനും ശുക്രനും സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കൂടി അവർക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ സൂര്യനും കൂടെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ബുധാദിത്യ യോഗവും
ശുക്രാദിത്യ യോഗവും 2 യോഗവും അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അവർക്ക് 11 ഗുരുമംഗള യോഗം കൂടെ രൂപം കൊള്ളുന്നത് കൊണ്ട് ആ 3 യോഗങ്ങളുടെ ഫലം അവർക്ക് കിട്ടുന്നതാണ്. വിദേശ യാത്രകൾക്ക് യോഗമുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലമാണ്. രാഷ്ട്രീയക്കാർക്കും സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ പുതിയ പദവികൾ അവരെ തേടി എത്തുന്നതാണ്. സമൂഹത്തിൽ പൊതുവെ അംഗീകാരം കിട്ടും. പിന്നെ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നവർക്ക് നല്ല ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണ്. പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് ഗുണകരമാണ്. അവർക്ക് പ്രണയം വിവാഹത്തിലേക്ക് എത്തിക്കാനൊക്കെ സാധിക്കും. പൊതുവെ എല്ലാ ബന്ധുക്കളുടെയൊക്കെ ഒരു അനുഗ്രഹവും ആനുകൂല്യവും കിട്ടുന്ന സമയവുമാണ്. ഇപ്പോൾ ശുക്രനാണല്ലോ പ്രണയത്തിൻ്റെ നാഥൻ എന്ന് പറയുന്നത്, അല്ലെ കാരകൻ എന്ന് പറയുന്നത്. അപ്പോൾ ശുക്രൻ്റെ ഒരു ആനുകൂല്യം കൂടെ കിട്ടും. പിന്നെ പൊതുവായ ഒരു ഫലം പറയുകയാണെങ്കിൽ ബുദ്ധിപൂർവ്വമായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. വ്യാപാരത്തിലും ആ ബുദ്ധി ഉപയോഗിക്കാൻ സാധിക്കും. ബുധൻ അവിടെ ഉള്ളതുകൊണ്ട് ഈ ബുധശുക്ര യോഗം ജന്മക്കൂറിൽ വരുന്നത് ഗുണകരമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫലവും കൂടെ ലഭിക്കുന്നതാണ്. അകന്ന ബന്ധുക്കളൊക്കെ അടുത്ത് വരാൻ സാധ്യതയുണ്ട്. കുടുംബയോഗങ്ങൾ പോലുള്ള യോഗങ്ങൾ ഉണ്ടാകാം. തീർത്ഥാടന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പൊതുവെ ഈ ചൊവ്വയുടെ രാശിമാറ്റം കർക്കിടകക്കൂറുകാർക്ക് ഗുണകരമായിട്ടാണ് വരുന്നത്. ഇതാണ് നമുക്ക് മേടം, ഇടവം, മിഥുനം, കർക്കിടകം ഈ 4 കൂറുകാരുടെ ഫലമായിട്ട് പറയാനുള്ളത്. അപ്പം ചൊവ്വ ദോഷകരമായിട്ട് വരുന്ന ആളുകൾ ദേവീക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ സ്വാമിക്കും വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ശനിയുടെ ഒരു ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞ പോലെ തന്നെ ശാസ്താവിന് നീരാജനമോ നെയ്വിളക്ക് പോലുള്ള വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ചൊവ്വയുടെ ആനുകൂല്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഭദ്രകാളിയാണെങ്കിൽ ഭദ്രകാളിക്ക്, സുബ്രഹ്മണ്യ സ്വാമിക്കാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക്. നമ്മുടെ ഈ ഓജരാശി യുഗ്മരാശി എന്നൊരു വിഭജനം ഇതിനകത്ത് പറയുന്നുണ്ട്. ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിക്കും, യുഗ്മരാശിയിലാണെങ്കിൽ ഭദ്രകാളി അമ്മയ്ക്കുമാണ് വഴിപാട് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ജാതകത്തിൽ നോക്കി എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ലാത്തത് കൊണ്ട് ഈ 2 ദേവതകൾക്കും വഴിപാട് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം, ഭദ്രകാളി ദേവിക്ക് പുഷ്പാഞ്ജലി അല്ലെങ്കിൽ പട്ട് സമർപ്പണം, ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഓരോ വിളക്ക് തെളിയിച്ചാലും മതിയാകുന്നതാണ്. അപ്പം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചുരുക്കമായിട്ട് പറയാനുള്ളത്. ഇതൊരു നമുക്ക് ജീവിതത്തെ ഒന്ന് പ്ലാൻ ചെയ്യാനുള്ള ഒരു അറിയിപ്പാണ് എന്ന് വിചാരിച്ചാൽ മതി. ജ്യോതിഷം എന്ന് പറയുന്നൊരു വഴികാട്ടിയാണ്. എപ്പോഴും നമ്മുടെ വിശ്വാസവും നമ്മുടെ തീരുമാനങ്ങളും എല്ലാം ഒത്തുവരുമ്പോഴാണ് നമുക്ക് ജീവിത വിജയത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.